ഈ ഒരു യാണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതേപോലെ ഒരു സ്കാർഫ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതേപോലെയല്ല, ഗ്രാനി സ്റ്റിച്ചാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. 200 ഗ്രാം ഉണ്ട്, 360 മീറ്ററാണ്. പിന്നെ ഇത് 80% ആക്രിലിക്കാണ്, 20% വൂളും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോന്നും ഉണ്ടാക്കാനായിട്ട് എന്തോരം ബൗൾ വേണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 4.5 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സ്കാർഫ് ചെയ്യുന്നതിന് 4.5 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ ഒരു ഇതിൽ കാണിക്കുന്നത് 4.5 mm ഹുക്ക് യൂസ് ചെയ്യാനാണ്. സ്ലിപ്പ് നോട്ട്, എന്നിട്ട് ഈ ചെയിൻ നമുക്ക് ഇങ്ങനെ ഹുക്കിനോട് ചേർത്ത് വെക്കാം. ചെയിൻ 4, 1 2 3 4. ഫസ്റ്റ് ചെയിനിൽ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 2 3 plus 1 chain, 4 chain. നെക്സ്റ്റ് ഇത് സർക്കിളിനുള്ളിൽ 3 ഡബിൾ ക്രോഷേ. 1 2 3. ചെയിൻ 1, വീണ്ടും സർക്കിളിനുള്ളിൽ 3 ചെയിൻ. 1 2 3. ചെയിൻ 1, സെയിം സ്പേസിനുള്ളിൽ തന്നെ സർക്കിളിനുള്ളിൽ 1 DC. നമ്മുടെ ഫസ്റ്റ് റൗണ്ടാണിത്. നെക്സ്റ്റ് റൗണ്ട് നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാം. ചെയിൻ 1 2 3 പ്ലസ് 1 4 ചെയിൻ. ഈ 1 ചെയിനുള്ളിൽ 3 ഡബിൾ ക്രോഷേ. 1 2 3. ചെയിൻ 1, ഈ 1 ചെയിനുള്ളിൽ 3 ഡബിൾ ക്രോഷേ. 1 2 3. ചെയിൻ 3, 1 2 3. സെയിം സ്പേസിനുള്ളിൽ 1 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ. ചെയിൻ 1, നെക്സ്റ്റ് 1 ചെയിനുള്ളിൽ, അതായത് ഈ ലാസ്റ്റിൽ 3 ഡബിൾ ക്രോഷേ. 1 2 3. ചെയിൻ 1, തേർഡ് ചെയിനിൽ ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് ഫ്ലിപ്പ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 2 3 4. ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ്റെ സ്പേസിൽ. 1 2 3. ചെയിൻ 1, നെക്സ്റ്റ് 1 ചെയിൻ്റെ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ.
chain 1, next ഈ 3 ചെയിൻ്റെ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ. Three double crochet, 1, 2, 3, chain 1, 1 chain space le 3 double crochet, chain 1, next ഈ ചെയിനിൽ 1 ചെയിനിൽ 4th ചെയിൻ ചെയ്തില്ലേ, ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയ്യും. chain 1, third ചെയിനിൽ double crochet, റൗണ്ട് 8 ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 1 2 3 4 5 6 7 8. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ചെയിനിലും ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് റൗണ്ട് 9, ചെയിൻ 1 2 3 4 ചെയിൻ. ഈ 1 ചെയിൻ്റെ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 1 2. നെക്സ്റ്റ് ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിൻ DC, 3 ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 3 DC. ഈ സ്പേസിലും 2 ഡബിൾ ക്രോഷ വരും. ഈ 1 ചെയിൻ്റെ സ്പേസിലും 2 ഡബിൾ ക്രോഷ വരും. നെക്സ്റ്റ് ഈ 1 ചെയിൻ സ്പേസിൽ DC, 1 DC. നെക്സ്റ്റിൽ DC, 3 DC, നെക്സ്റ്റ് ഈ 3 ചെയിൻ്റെ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, 1 2 3 സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 1 2. എല്ലാ ചെയിനിലും 3 DC, DC, 3 DC, DC എന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഈ റൗണ്ട് ലാസ്റ്റ് ഈ 1 ചെയിൻ്റെ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 1 2, ചെയിൻ 1, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് റൗണ്ടും കുറച്ച് വ്യത്യാസമുള്ളതാണ്. 1 2 3 4 ചെയിൻ, ഈ സ്പേസിനുള്ളിൽ 2 ഡബിൾ ക്രോഷേ, 1 2. നെക്സ്റ്റ് ഈ ഫസ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1, skip 1 chain, next chain DC, chain 1, skip 1 chain, next chain DC,
chain 1, skip 1 chain, next chain DC. ഇതേപോലെ ഈ ഒരു സ്പേസ് വരെ ചെയ്തിട്ട് വരാം. ഈ ഒരു സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 3 chain, 1 2 3 chain, same space le 2 double crochet. Next chain DC, chain 1, skip 1 chain, next chain DC. ഈ സൈഡ് ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിലും ചെയ്യണം. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, തേർഡ് ചെയിനിൽ ഡബിൾ ക്രോഷേ. Next round, chain 1, 2 3 4, ഇതിനുള്ളിൽ 1 ചെയിനുള്ളിൽ 2 ഡബിൾ ക്രോഷേ. സെയിം ഈ റൗണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്, അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്തിട്ട് വരാം. എല്ലാ ചെയിനിലും നമ്മൾ DC ചെയ്യണം. ഈ ഒരു സ്പേസ് വരുമ്പോഴത്തേക്കും ഇവിടെ 2 DC, 3 ചെയിൻ, 2 DC ചെയ്യണം. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരും. നെക്സ്റ്റ് റൗണ്ട് 12 ഫ്ലിപ്പ് ചെയ്യാം. ചെയിൻ 1 2 3 4 ചെയിൻ. ഈ 1 ചെയിനുള്ളിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3. chain 1, skip 1 2 3 chain, next chain le fourth chain le 3 double crochet, 1 2 3, chain 1, skip 1 2 3, fourth chain 3 double crochet, skip 1 2 3, fourth chain 3 double crochet, ഈ 3 ചെയിൻ്റെ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 2 3 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ. ഇതേപോലെ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ട് തൊട്ട് ചെയിൻ 1 1 2 3, ഫോർത്ത് ചെയിൻ 3 double crochet, ഇതേപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അത് നെക്സ്റ്റ് റൗണ്ട് വരുമ്പോഴത്തേക്കും ഈ ടൈപ്പാണ് ചെയ്യേണ്ടത്. അതായത് നെക്സ്റ്റ് റൗണ്ട് വരുമ്പോഴത്തേക്കും
3 ചെയിൻ, സോറി 4 ചെയിൻ. ഈ 1 ചെയിനിനുള്ളിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യണം. ഇത് അപ്പുറത്തെ സൈഡിലാണ് വരേണ്ടത്. 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഈ സ്പേസിനുള്ളിൽ 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1, 3 ഡബിൾ ക്രോഷേ. ആ ഒരു ഇതിലെങ്ങനെ നമ്മൾ ചെയ്തോ അതേപോലെ തന്നെ ചെയ്യണം. ഈ ഒരു സ്പേസ് വരുമ്പോൾ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഈ ഷോള് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ 3 കോർണറിലും നമ്മളിതിങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത്.